ഹായ്, എല്ലാ പ്രേക്ഷകർക്കും മാമീസ് കുക്കറിയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ പ്രേക്ഷകർക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ചിക്കൻ നൂഡിൽസാണ്. വളരെ രുചികരമായ ഒരു വിഭവമാണ്. ചിക്കൻ നൂഡിൽസിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. നൂഡിൽസ് 1/2 കിലോ, സൺഫ്ലവർ ഓയിൽ 1/2 കിലോ, ചിക്കൻ ബോൺലെസ് ആണ് 1/2 കിലോ ആണ്, പെപ്പർ, ഉപ്പ്, സവാള 2 എണ്ണം, ഇഞ്ചി വെളുത്തുള്ളി, സെല്ലറി, ക്യാരറ്റ്, ബീൻസ്, നാരങ്ങ, പച്ചമുളക്, ടൊമാറ്റോ കെച്ചപ്പ്, ഗ്രീൻ ചില്ലി സോസ്, സോയാ സോസ്, ക്യാപ്സിക്കം. പിന്നെ സ്പ്രിംഗ് ഓണിയൻ എൻ്റെ ഇല്ലായിരുന്നു, അത് സ്പ്രിങ്ങിനൂടെ ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം അതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, എഡിബിൾ ഓയിൽ ഏതെങ്കിലും. അല്പം സാൾട്ട് ഇടുക. നല്ലതുപോലെ വെന്തതിന് ശേഷം ഇത് ഡ്രെയിൻ ചെയ്തെടുക്കുക. ഡ്രെയിൻ ചെയ്ത് നല്ലതുപോലെ വാഷ് ചെയ്തുകൂടെ എടുക്കണം. അപ്പോൾ ഇതിനകത്തുള്ള കൊഴുപ്പ് എല്ലാം പോയി കിട്ടും, ഒട്ടാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് വാഷ് ചെയ്തെടുക്കുക. അടുത്തായി നമുക്ക് ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം. അല്പം കുരുമുളകും ഉപ്പും ചേർത്ത്, അല്പം സോയ, ചില്ലി സോസ്, എല്ലാം നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങളിത് എടുക്കണം. കാരണം നിങ്ങൾക്ക് എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള ചേരുവകൾ ചേർക്കേണ്ടതുണ്ട്. ഇത് നല്ലതുപോലെ ഇതുപോലെ മാറിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ വച്ചേക്കുക. ഒരു മുറി നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് നല്ലതുപോലെ വിരകി വയ്ക്കുക. നമുക്ക് അല്പം പച്ചക്കറി കട്ട് ചെയ്തേണ്ടതുണ്ട്. ക്യാരറ്റും ബീൻസും ക്യാപ്സിക്കവും സെല്ലറിയും എല്ലാം ഉണ്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കും. കട്ട് ചെയ്യുന്നത് ഏത് രൂപത്തിലുണ്ടോ കട്ട് ചെയ്യാം. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയും ചെറുതായിട്ട് എടുക്കാം. ഇത് ഞാൻ കുറച്ച് നീളത്തിനാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് കട്ടിങ് എല്ലാം കഴിഞ്ഞു. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചിക്കനെ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കണം. ഒരു 1/2 കിലോ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ചെറിയ പീസുകളായിട്ടിട്ട് അടുത്തായി നമുക്ക് ഇത് റെഡിയാക്കാനുള്ള പരിപാടി തുടങ്ങാം. 2 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മൾ നേരത്തെ ഡ്രൈ ചെയ്തെടുത്ത ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഇങ്ങനെ അല്ലാണ്ട് തന്നെ ഇത് ബോയിൽ ചെയ്ത് നമുക്കിത് പിരുത്ത് ഇതിൽ നിന്ന് പിന്നെ എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. ഇതിനോട് അല്പം കാരിമുളക് കിട്ടും. ഇപ്പോൾ സവാള 2 സവാള നേരത്തെ അരിഞ്ഞതുണ്ട്, അതിൽ കുറച്ച് സവാള ഇടുക. കുറച്ച് സോട്ട് ചെയ്ത് കൊടുക്കുക. നീളത്തിലരിഞ്ഞ ക്യാരറ്റുണ്ട്, ക്യാപ്സിക്കം, ബീൻസ് എല്ലാം നല്ല ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അല്പം ഉപ്പ്
ഇട്ട് കൊടുക്കുക. ഇത് സെല്ലറി ലീഫാണ്, കുറച്ച് നന്നായി ചെറിയതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത സെല്ലറി ലീഫാണ്. കുറച്ച് നല്ല മണം കിട്ടും. സെല്ലറി ലീഫ് ഉപയോഗിച്ചാൽ കുറച്ച് ആരോഗ്യത്തിന് നല്ലതാണ് സെല്ലറി. ഇത് സ്പ്രിംഗ് ഓണിയൻ ഉണ്ട്. സ്പ്രിംഗ് ഓണിയൻ ഞാൻ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് സ്പ്രിംഗ് ഓണിയൻ ചേർത്തിട്ടില്ല. ആവശ്യമുള്ളത് സ്പ്രിംഗ് ഓണിയൻ കിട്ടുകയാണെങ്കിൽ യൂസ് ചെയ്യുക. അടുത്ത നമുക്ക് ചേർക്കേണ്ട സാധനങ്ങൾ ഗ്രീൻ ചില്ലി 1 ടേബിൾ സ്പൂൺ. നമ്മൾ ഈ പച്ചക്കറികളൊന്നും ഒരുപാട് വേവിക്കാൻ പാടില്ല, എല്ലാം ഒരു ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നൂഡിൽസാണ്. മറന്നു പോകരുത്, നിങ്ങളിത് നല്ലതുപോലെ വേവിച്ച് വാഷ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ ഇതുപോലെ കിട്ടുകയുള്ളൂ. ഇത് ടൊമാറ്റോ സോസാണ്, അതും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ബ്ലാക്ക് പെപ്പറാണ്, അത് ആവശ്യത്തിന് ഉപയോഗിക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് യൂസ് ചെയ്യുന്നത്. അതൊരു അല്പം മസാലപ്പൊടി, പെരിഞ്ജീരകം മാത്രമുള്ളൊരു മസാലപ്പൊടി ഒരു ലേശം ഇട്ട് കൊടുക്കുക. സെല്ലറി ലീഫാണ് ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നൂഡിൽസ് റെഡി ആയി കഴിഞ്ഞു. വളരെ രുചികരമായ ഒരു നൂഡിൽസാണ് ഇത്. ഞാനിതിൽ ചിക്കൻ ഫ്രൈ ചെയ്ത് ഉപയോഗിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ടേസ്റ്റായിരിക്കും ഫ്രൈ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. നൂഡിൽസൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ പാത്രം ഫ്രൈ പാനാണ്. ഇതാകുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണയുള്ള കുറച്ചൊരു ചുവട് കട്ടിയുള്ള അലുമിനിയം പാത്രമാണ്. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.